ഇന്നിപ്പോൾ കരൂർ വൈശ്യ ബാങ്കിന്റെ സ്റ്റോക്ക് കൂടി ചോദിക്കുകയാണ്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 0.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ക്വാർട്ടർലി നമ്പേഴ്സുകൾക്ക് ശേഷം 227 രൂപ എന്നുള്ളൊരു റേഞ്ചിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കരൂർ വൈശ്യ ബാങ്കിനെ ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിലവിലെ ട്രെൻഡ് എങ്ങനെയാണ്? കരൂർ വൈശ്യ ബാങ്കും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ അപേക്ഷിച്ച് അണ്ടർ പെർഫോമൻസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിന്റെ ഒരു വളരെ ലോങ് ടേം പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കോട്ട് ഇൻ എ സൈഡ് വേസ് മൂവ്. ഈ സ്റ്റോക്കിന്റെ കേസിൽ 230, 240, 245 ഈ ലെവലിൽ ഒക്കെ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവൽസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്കിലും ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഫൈനലി പ്രദീപ് സർ, ഈ ഒരു സെഗ്മെന്റിൽ സ്റ്റോക്കുകളുടെ ഒക്കെ ഒരു ഡീറ്റെയിൽസ് അവിടെ നിർത്തുന്നതിന് മുൻപ് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റോക്സ് സാർ വാച്ച് ചെയ്യുന്നതുണ്ടോ? നമ്മൾ നിഫ്റ്റി 50 അല്ലെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എസ്പെഷ്യലി ബാങ്കിങ് മേഖലയിലോട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് 4 ടൈപ്പ് സ്റ്റോക്സ് കാണാൻ സാധിക്കുന്നത്. ഒന്ന് വന്നിട്ട് ലാർജ് പ്രൈവറ്റ് സെക്ടർ ജയൻസ്, അതായത് ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, HDFC ബാങ്ക്, കോട്ടക് ബാങ്ക്. സോ ഈ സ്റ്റോക്സ് ആയിരുന്നു നിഫ്റ്റി ബാങ്കിനെ നയിച്ചത് ഏപ്രിൽ മാസം മുഴുവൻ. അതിനുശേഷം ഈ സ്റ്റോക്കിലൊക്കെ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ഗെയിൻ കൺസോൾട്ടേഷനെ കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാറ്റഗറി ഇസ് ദ ലാർജ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ലൈക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക് എക്സെട്ര. ഈ സ്റ്റോക്കിലൊക്കെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു അണ്ടർ പെർഫോമൻസ് ആയിരുന്നു. ബട്ട് എങ്കിലും ഈ സ്റ്റോക്സിലൊക്കെ ദ ട്രെൻഡ് ഹസ് സ്റ്റാർട്ടഡ് ബിക്കമിങ് ബുള്ളിഷ്. മൂന്നാമത്തെ ഒരു കാറ്റഗറി ഇസ് ദി സ്മോൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. അതിൽ എടുത്തു പറയാനുള്ളത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, മഹാരാഷ്ട്ര ബാങ്ക്, IOB ആൻഡ് യൂക്കോ ബാങ്ക്. നമ്മൾ ഇന്നലത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ഈ ഓരോ സ്റ്റോക്കിലും നമുക്ക് 6% റിക്കവറി കാണാൻ സാധിച്ചു. ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് വീണ്ടും ഈ 5 സ്റ്റോക്കിലും സ്പെക്കുലേറ്റീവ് ബൈയിങ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മളൊരു മൊമെന്റത്തിന് വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്സിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് നാലാമത്തെ കാറ്റഗറി ഇസ് ദി സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ്. സോ സ്മോൾ ഫൈനാൻസ് ബാങ്ക്സിൽ ഒത്തിരി വലിയൊരു കറക്ഷന് ശേഷം വീണ്ടും നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ AU ബാങ്കിൽ, അതുപോലെ തന്നെ ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്കിലൊക്കെ നമുക്ക് റിക്കവറി ആൻഡ് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്സിന്റെ ഒക്കെ ഫൈനാൻഷ്യൽ സ്റ്റഡി ചെയ്യുക. ഐ എം ഷുവർ ദാറ്റ് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ ലോ റിസ്ക് ആയിട്ട് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും.